നല്ല ടഫായ പേപ്പറിലായിരിക്കും വിത്തൗട്ട് യൂസിങ് ദ ട്രൂത്ത് ടേബിൾ എന്ന് പറഞ്ഞിട്ട് കുറച്ച് ഡിഫിക്കൽട്ട് ആയിട്ടുള്ള തരിക. അപ്പൊ ഞാൻ ഈ ക്വസ്റ്റ്യനെ കണ്ടിട്ട് എന്താണ് പോണ്ട, കാരണം ഇത് കുറച്ച് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മുടെ പാരഗ്രാഫ് ക്വസ്റ്റ്യൻ ഉണ്ടല്ലോ, അപ്പൊ അത് സ്റ്റാൻഡേർഡ് ടെക്സ്റ്റിലെ പാരഗ്രാഫ് ക്വസ്റ്റ്യൻസ് ചെയ്യാം നമുക്ക്. കാരണം അതായിരുന്നു 19 സ്കീമിലും 24 സ്കീമിലൊക്കെ മാറി മാറി ചോദിക്കുന്നത്. അപ്പൊ നമ്മൾ ഒരു വട്ടം ചെയ്ത് അതേ ക്വസ്റ്റ്യൻ തന്നെ പാരഗ്രാഫ് ക്വസ്റ്റ്യൻ കിട്ടുകയാണെങ്കിൽ നമുക്ക് ലാഭമാണ്. അപ്പൊ നമുക്ക് എന്തായാലും ഇത് നോക്കാം. നെഗേഷൻ ഓഫ് പി ഓർ ക്യൂ ആൻഡ് ആർ ഓർ നെഗേഷൻ ക്യൂ എന്തിനോട് ഇക്വലന്റ് ആണെന്ന് കാണിക്കണം, ക്യൂ ഓർ ആറിനോട് ഇക്വലന്റ് ആണെന്ന് കാണിക്കണം. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, ആദ്യം ഈ പുറത്ത് നെഗേഷൻ ഉണ്ടല്ലോ അത് ഇതിന് കൊടുത്തു കഴിഞ്ഞു. അപ്പൊ രണ്ട് നെഗേഷൻ വരുന്നതിന് ഡബിൾ നെഗേഷൻ ലോ എന്ന് പറയും. അപ്പൊ അത് ചെയ്യുമ്പോ ഇതേ സെയിം സാധനം കിട്ടും നമുക്കറിയാം. അപ്പൊ പി ഓർ ക്യൂ ആൻഡ് ആർ എന്ന് കിട്ടി. ഇത് കിട്ടിയല്ലോ. ഓർ എന്താവും, ആൻഡ് ആവും. നെഗേഷൻ ക്യൂ എന്തായി മാറും, ക്യൂ ആയിട്ട് മാറും. ഇനി നമുക്ക് നമുക്ക് ക്യൂ ആൻഡ് ആറിലേക്ക് എത്തണം അല്ലേ. അപ്പൊ നമ്മള് എന്താണ് ആർ ആൻഡ് ക്യൂ ആൻഡ് ആർ അങ്ങനെ വരണമെങ്കിൽ ഇവര് തമ്മിൽ പെയർ ചെയ്തല്ലേ പറ്റുള്ളൂ. അപ്പോ ആ ബ്രാക്കറ്റ് മാറ്റുന്നതിനാണ് നമ്മൾ എന്ത് പറയാ, അസോസിയേറ്റീവ് ലോ എന്ന് പറയും. പി ഓർ ക്യൂ ആൻഡ് ആർ ആൻഡ് ക്യൂ എന്ന് കിട്ടി. ഇനി നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? ഇവിടെ നമുക്ക് വേണ്ടത് ക്യൂ ആൻഡ് ആർ, അപ്പൊ ഞാൻ അങ്ങനെ കിട്ടും ക്യൂ ആൻഡ് ആർ. പിന്നെ ഞാൻ എന്താ ചെയ്തു, പി ഓർ ക്യൂ ആൻഡ് ക്യൂ. ഇതൊന്നും ആലോചിച്ച് നോക്കിയേ, യൂണിയനിൽ ആലോചിക്കൂ കേട്ടോ. പി യൂണിയൻ ക്യൂ ഇന്റർസെക്ഷൻ ക്യൂ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താ കിട്ടാൻ പോണേ, ക്യൂ അല്ലേ കിട്ടാൻ പോണേ. ഇവിടെ നമ്മുടെ ആ ലോന്റെ പേരാണ് അബ്സോർപ്ഷൻ ലോ. അപ്പൊ അത് വെച്ച് കഴിഞ്ഞാൽ എന്ത് വരും, ഈ ഒരു ടേം ക്യൂ വരും. സോ ക്യൂ ആൻഡ് ആർ എന്ന് കിട്ടി. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ഇത് എന്താണ്, ഇതിപ്പോ ഒറ്റ സംഭവം നോക്കിയാൽ തന്നെ നമുക്ക് ഫോൾസ് ആണ് കിട്ടും. നിങ്ങൾക്ക് ഇങ്ങനെ ഒരു നമ്പറിന് അറിയോ, എച്ച് ഈക്വൽ ടു എച്ച് പ്ലസ് 1. ഒരു നമ്പറും അതിന്റെ +1 ചെയ്താലും സെയിം ആവണ നമ്പർ ഇല്ല, അറിയില്ല. അപ്പൊ ഇത് നോക്കിയില്ലെങ്കിലും എന്താണെന്നറിയാം, ക്യൂ ഓഫ് എച്ച് ഫാൾസ് ആണെന്ന് നമുക്കറിയാം. ഈ നെഗേറ്റ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്, ഇഫ് എച്ച് ഈസ് ഓഡ് ദെൻ എച്ച് സ്ക്വയർ മൈനസ് ഈവൻ വെർ യൂണിവേഴ്സ് ഈ സെറ്റ് ഓഫ് ഓൾ ഇൻറ്റീജേഴ്സ് ഫോർ ഓൾ എക്സ് എന്നായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പൊ നമുക്ക് അതിന് നെഗേഷൻ കൊടുക്കണം. ആദ്യം ഇതിന്റെ പി എന്താന്ന് എഴുതണം, എച്ച് ഈസ് ഓഡ്. ക്യൂ എന്താന്ന് എഴുതണം, എച്ച് സ്ക്വയർ മൈനസ് 1 ഈസ് ഈവൺ. ഓക്കെ, അപ്പൊ ഇതെന്താണ് വരിക, നെഗേഷൻ ഓഫ് ഫോർ ഓൾ എക്സ്, പി ഇംപ്ലൈസ് ക്യൂ, പി ഓഫ് എക്സ് ഇംപ്ലൈസ് ക്യൂ ഓഫ് എക്സ്. എക്സ് എന്നൊക്കെ എഴുതണേ. നെഗേഷൻ ഓഫ് ഫോർ ഓൾ എക്സ് അതങ്ങനെയാണല്ലോ, എക്സ് എഴുതുന്നുണ്ടെങ്കിൽ നമ്മളിവിടെ പി ഓഫ് എക്സ് ക്യൂ ഓഫ് എക്സ് ഒക്കെ എഴുതണല്ലോ. അപ്പൊ നമുക്കത് കിട്ടി. ഇനി ഇതിന്റെ നെഗേഷൻ അപ്ലൈ ചെയ്യുമ്പോൾ ഫോർ ഓൾ എക്സ്, അതിന് മുന്നേ നെഗേഷൻ ഓഫ് ഫോർ ഓൾ എക്സ്, പി ഇംപ്ലൈസ് ക്യൂനെ കണ്ട നമ്മൾ എപ്പോഴും അതിനെ എന്താക്കാറുണ്ട്, നെഗേഷൻ പി ഓഫ് എക്സ് ഓർ ക്യൂ ഓഫ് എക്സ് എന്നാക്കാറുണ്ട്. അപ്പൊ ഫോർ ഓൾ എക്സ് എന്ന് എന്താവും, എക്സിസ്റ്റ് എക്സ് എന്നായിരിക്കും. നെഗേഷൻ പി ഓഫ് എക്സ് എന്തായിട്ട് മാറും, പി ഓഫ് എക്സ് ആവും. ഓർ എന്താവും, ആൻഡ് ആവും. ഇനി ക്യൂ ഓഫ് എക്സ് എന്താവും, നെഗേഷൻ ക്യൂ ഓഫ് എക്സ്. നമ്മൾ വേർഡിലേക്ക് മാറ്റുമ്പോൾ there exists an integer x such that x is odd and x square minus 1 is ഇവിടെ നമുക്കുണ്ടായിരുന്നത് x square minus 1 is even ആണ് ക്യൂ ഓഫ് എക്സ് വന്നേക്കണത്. അപ്പോൾ നെഗേഷൻ ക്യൂ ഓഫ് എക്സ് എന്ത് വരും, x square minus 1 is ഈവണാ അല്ലെങ്കിൽ അത് ഓഡ്. കണ്ടോ, അതവിടെ എഴുതിയത് തെറ്റുണ്ട് കേട്ടോ. there exists an integer x such that x is odd and x square minus 1 is odd. കാരണം x square minus 1 ഇവിടെ എന്താ തന്നേക്കണത്, ഈവൺ ആണ് പറഞ്ഞേക്കണ്ടേ. അതിന്റെ നെഗേഷൻ അപ്ലൈ ചെയ്യുമ്പോ നമുക്ക് എന്താ വരുന്നത് അല്ലെ, നെഗേഷൻ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഓടുള്ളത് ഈവൺ ആവുക ചെയ്യാം. ഇനി അടുത്തത് നെഗേഷൻ ആണോ അല്ലേ എന്നൊക്കെ ചോദിക്കുന്ന ക്വസ്റ്റ്യൻ. negate the following statement, there exists x, p of x and q of x. p of x equal to 2x plus 1 equal to 5, q of x equal to x square equal to 9. യൂണിവേഴ്സ് എന്ന് പറയുന്ന സെറ്റ് ഓഫ് ഇൻറ്റീജേഴ്സ് ആണ്. ഇതിനെയാണ് നമ്മൾ നെഗേറ്റ് ചെയ്യേണ്ടത്.
there exists x ഉണ്ടാവും for all x ആവും p of x ഉണ്ടാവും negation p of x ആവും or negation q of x. അപ്പോൾ for every integer x 2x plus 1 not equal to 5 or x square not equal to 9. അത് എളുപ്പമുള്ളതായിരുന്നു. ഇനി translate each of these statement into logical expression using predicates, quantifiers and logical connectives. The domain of discourse be all things. Something is not in correct place, everything. അപ്പോൾ for all x, there exists x ഇതൊക്കെ വേണം നമുക്ക്. നമ്മളോട് എന്താ പറഞ്ഞിരിക്കുന്നത്? ഇതൊന്നും ജസ്റ്റ് എക്സ്പ്രസ് ചെയ്യാനല്ലേ പറഞ്ഞിട്ടുള്ളൂ. സംതിങ് ഈസ് നോട്ട് ഇൻ കറക്റ്റ് പ്ലേസ് എന്ന് പറയുമ്പോൾ നമുക്ക് എന്ത് പറയാം? there exists x. അതിന് മുന്നേ ഇതില് ഈ ഒരു ക്വസ്റ്റ്യൻ ABCD തന്നതില് ഈ PQRST ഒക്കെ എഴുതണം. അപ്പൊ നമുക്ക് അവിടെ എന്താ എഴുതാം? h is in correct place. അടുത്തത് h is in excellent condition. അപ്പൊ കറക്റ്റ് പ്ലേസും excellent condition ഉണ്ട്. one of your tools. അതിന് നമുക്ക് എങ്ങനെ എഴുതാം? കണ്ടോ? h is a tool. ഇനി പറയുന്ന ആൾക്കാരേനൊക്കെ ശരിയാണോ എന്ന് ചെക്ക് ചെയ്യണം. സംതിങ് ഈസ് നോട്ട് ഇൻ കറക്റ്റ് പ്ലേസ് എന്ന് പറയുമ്പോൾ there exists x. നമ്മൾ സംതിങ് ഈസ് കറക്റ്റ് പ്ലേസ് എന്ന് പറയുന്ന p of x ആയിരുന്നു. അതെന്തായി? നെഗേഷൻ p of x ആയി. ഇനി എവറിത്തിങ് ഈസ് ഇൻ കറക്റ്റ് പ്ലേസ് എന്ന് പറയുമ്പോൾ for all x, p of x and excellent condition. എനിക്ക് തോന്നുന്നു q of x കൊടുത്തേക്കണേന്ന്. കണ്ടോ? അതും കിട്ടി. ഇനി മൂന്നാമത്തെ എന്താ? നത്തിങ് ഈസ് ഇൻ കറക്റ്റ് പ്ലേസ് ആൻഡ് ഈസ് ഇൻ എക്സലന്റ് കണ്ടീഷൻ. അപ്പൊ for all x നെഗേഷൻ പുറത്തിട്ടാ മതി അല്ലെ? അങ്ങനെയും ചെയ്യാം. അല്ലെങ്കിൽ നമുക്ക് എന്ത് പറയാം? for all x അതന്നെ എഴുതിക്കണം. നെഗേഷൻ ഓഫ് p of x and q of x കൊടുത്തു. ഇനി അടുത്ത നോക്കൂ. one of your tools is not in correct place എന്ന് പറയുമ്പോൾ നെഗേഷൻ r of x. but it is in excellent condition എന്ന് പറയുമ്പോൾ excellent condition എനിക്ക് തോന്നുന്നു q of x ലാണെന്ന് പറയുന്നത്. and excellent condition എന്ന് പറയുന്നത് q of x ആയിരുന്നു. അതിന്റെ ഇടയിൽ വേറൊരു സ്റ്റേറ്റ്മെന്റ് ഉണ്ടോ? one of your tools is not in correct place എന്നും കൂടി ഉണ്ടായിരുന്നു. ടൂൾസിനെ പറയുന്നതായിരുന്നു r of x and കറക്റ്റ് പ്ലേസിനെ കുറിച്ച് പറയുന്നതായിരുന്നു നെഗേഷൻ p of x. but it is in excellent condition എന്ന് പറയുമ്പോൾ q of x എന്ന് കിട്ടി. അപ്പൊ one of your എന്ന് പറയുന്നതിന് there exists x എന്നും കിട്ടും. അതാണ് ഇവിടെ എഴുതിയിട്ടുള്ളത്. അടുത്ത രണ്ട് ടൈപ്പും എളുപ്പമാണ്. for all x ഇതിന്റെ നെഗേഷൻ ഇതാണെന്ന് കാണിക്കണം. അപ്പൊ p of x implies q of x ഉണ്ടാവും. നെഗേഷൻ p of x or q of x എന്നായിട്ട് മാറും. ഇനി എന്ത് വരും? for all x നെ നെഗേറ്റ് ചെയ്യുമ്പോൾ എന്ത് വരും? there exists x എന്ന് വരും. ഇനി നെഗേഷൻ p of x എന്തായി മാറും? p of x ആവും or end ആവും. q of x നെഗേഷൻ q of x ആവും. നെഗേറ്റ് ആൻഡ് സിംപ്ലിഫൈഡ് സ്റ്റേറ്റ്മെന്റ് ആണ് അടുത്തത്. അപ്പൊ there exists x ഉണ്ടാവും. for all x ആവും. p of x നെഗേഷൻ p of x ആവും or end ആവും. q of x നെഗേഷൻ q of x ആവും. അടുത്ത നെഗറ്റ് ചെയ്യുമ്പോൾ ഇതെന്താവും? there exists x ആവും. p of x നെഗേഷൻ p of x ആവും and or ആവും. നെഗേഷൻ q of x എന്തായി മാറും? q of x ആവും. ഇനി വീണ്ടും for all x ഉണ്ട്. അത് there exists ആവും. നെഗേഷൻ p of x ആവും. അയ്യോ, ഇത് ഇംപ്ലൈസ് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഈ ഇംപ്ലൈസിനെ മാറ്റുമ്പോൾ എന്ത് വരും? നെഗേഷൻ ഓഫ് p of x or q of x or r of x എന്ന് കിട്ടി. ഇതിനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? നെഗേറ്റ് ചെയ്യുന്നത്. അപ്പൊ അതിന് മുന്നേ ഞാൻ എന്ത് നെഗേഷൻ കൊടുക്കും? ഇതിന് നെഗേഷൻ കൊടുക്കുമ്പോൾ നെഗേഷൻ ഓഫ് p of x and നെഗേഷൻ q of x or r of x എന്ന് വരും. അപ്പൊ നമ്മൾ എവിടെ എത്തി? ഇതിന് ഞാൻ നെഗേഷൻ കൊടുക്കുമ്പോൾ എന്ത് വന്നു? നെഗേഷൻ p of x and നെഗേഷൻ q of x എന്ന് വന്നു. കണ്ട? ബാക്കിയെല്ലാം അതുപോലെ തന്നെ എഴുതി. for all x എന്തായി? there exists x ആയി. നെഗേഷൻ p of x ആയി. and എന്തായി? or ആയി. നെഗേഷൻ q of x ആയി. r of x എന്തായി? നെഗേഷൻ r of x എന്ന് കിട്ടി. ഇനി അടുത്ത ക്വസ്റ്റ്യൻ.
ഇനി determine the truth value of each of the if domain for all variable consisting of all integers ആണ്. there exists n for all n greater than m square. അപ്പൊ ഇങ്ങനെ there exists n ആ ഫസ്റ്റ് തന്നു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞിട്ട് n ഫിക്സ് ചെയ്യണം. n ഞാനൊരു നെഗറ്റീവ് നമ്പർ എടുത്തു കഴിഞ്ഞാൽ ഇതെന്തായാലും സാറ്റിസ്ഫൈ ചെയ്യില്ലേ. ഇവിടെ ഇപ്പൊ ഞാൻ എക്സാമ്പിൾ -3 എന്ന് പറഞ്ഞാൽ ഞാനിപ്പോ എടുത്തത് -1 ആണ്. നമുക്ക് ഇഷ്ടമുള്ളത് എഴുതാം. അപ്പൊ ഇതെന്താണ്? ഇത് ട്രൂ ആണ്. there exists n, there exists m, n square plus m square equal to 5. ഇത് സാറ്റിസ്ഫൈ ചെയ്യുന്ന രണ്ട് ഇന്റീജേഴ്സ് നമുക്കറിയില്ലേ, 1 ഉം 2 ഉം. 1 square plus 2 square നമുക്ക് എന്ത് വരുന്നുണ്ട്? 5 ആണ്. for all n there exists m എന്ന് പറഞ്ഞേക്കണേ. അപ്പൊ ഏത് n എടുത്താലും നമുക്ക് അങ്ങനെ ഒരു m നെ കിട്ടും. ഏത് ഇവിടെ m ഫിക്സ് അല്ലല്ലോ, m ന് മാറാം. ഫസ്റ്റ് there exist വന്നാലാണ് m അവിടെ ഫിക്സ് ആവണു എന്ന് പറയണത്. അപ്പൊ ഇവിടെ നോക്ക് n plus m equal to 0 എന്നല്ലേ ചോദിക്കണത്. അപ്പോ അങ്ങനെ ആവുന്ന എന്താ പറയാ, for all n there exists m എന്ന് പറഞ്ഞേക്കണേ. അപ്പൊ m എന്തെടുത്താ മതി? -n എടുത്താ മതി. അപ്പൊ ഏത് n വന്നാലും ഞാൻ m എന്തെടുത്താ മതി? -n. ഇതേ സാധനമാണ് ഞാൻ ചോദിക്കട്ടെ. there exists m for all n plus m equal to 0. അപ്പൊ ഇതേ സാധനം തിരിച്ചു വന്നു. ഇവിടെ എനിക്ക് എന്ത് ചെയ്യാം? m ഇവിടെ ഫിക്സഡ് ആണ്, m നെ മാറ്റാൻ പാടില്ല. m ഏതെങ്കിലും ഒരു ഇന്റീജർ ആയാൽ മതി. അത് നമുക്ക് എല്ലാ എന്നിനും ഇതാവും. അപ്പൊ ഞാൻ m എന്തെടുത്താലും ഈ for all n എല്ലാ എന്നിനും അത് സാറ്റിസ്ഫൈ ചെയ്യോ? ഇല്ല. പക്ഷെ അങ്ങനെ ഒരു n-നെ എനിക്ക് ഇത് ഇവിടെ ഈ ഒരു കണ്ടീഷനിൽ കിട്ടി. കണ്ട, n ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഈ n-നെ ഒരു നെഗറ്റീവ് നമ്പേഴ്സിനെ എടുത്താൽ മതി. അപ്പൊ കണ്ടോ, there exist. ഇത് നമ്മൾ മറ്റേതിന്റെ എക്സാമ്പിൾ പറയുമ്പോഴും പറഞ്ഞിട്ടുണ്ട്. നമ്മൾ അങ്ങനെ ചിന്തിച്ചു കഴിഞ്ഞാൽ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് നല്ല എളുപ്പമായി. ഇനി ഇതാ നല്ല ഫേമസ് പ്രോബ്ലം ആണിത്. ഇത് ആ സ്റ്റാൻഡേർഡ് ടെസ്റ്റിന് ഏത് ക്വസ്റ്റ്യനും വേണമെങ്കിലും ചോദിക്കാം. ഇതല്ലാത്തതും ചോദിക്കാം. ഇതല്ലാത്ത ചോദിക്കുമ്പോ ഇനിയിപ്പോ ഏതെങ്കിലൊക്കെ ഒരു ലൈൻ വിട്ടു പോയി കഴിഞ്ഞാൽ നമുക്ക് ആൻസറിലേക്ക് എത്താൻ പറ്റില്ല. അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഡിസ്ക്രീറ്റിന്റെ പേപ്പറിൽ വരാറുണ്ട്. അപ്പൊ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ കണ്ടതാണെങ്കിൽ നമുക്ക് സുഖമായില്ലോ. നമുക്ക് ഏകദേശം ഒരു വട്ടമെങ്കിലും ചെയ്ത് പഠിച്ചിട്ടുണ്ടെങ്കിൽ അതന്നെ എക്സാം പേപ്പറിൽ വരുമ്പോ നമുക്കതൊരു ലാഭമാണ്. if it does not rain, if it rain, ആദ്യത്തെ p-നെ കിട്ടി. if it is foggy, അപ്പൊ q-നെ കിട്ടി. then salient race will be held, r-നെ കിട്ടി. live saving demonstration will go on, s-നെ കിട്ടി. if salient race is held, അത് പറഞ്ഞിട്ടില്ലേ r-ല്. then trophy will be awarded, t കിട്ടി. and trophy will be awarded implies the conclusion it is rain. അതതിന് ഓൾറെഡി ഉള്ളതല്ലേ, PQRS അല്ലെ. PQRST ഏതാലോ, പിന്നെയുള്ള സംഭവങ്ങളൊക്കെ അതിലുള്ളതാണ്. ഇപ്പൊ ഇതിന്റെ ഉള്ളിൽ നിന്ന് നമ്മൾ ഓരോന്ന് ഉണ്ടാക്കാൻ പോവാണ്. if it does not rain എന്നൊക്കെ പറയുമ്പോ എന്താ? negation T. if it is foggy അല്ല കേട്ടോ, foggy എന്ന് പറയുമ്പോ നമുക്ക് അവിടെ എന്ത് എഴുതാം? or Q. then salient race will be held. ഓക്കെ, അപ്പൊ ഇവിടെ വെച്ച് നമുക്ക് കട്ട് ചെയ്യാം. അല്ല, കട്ട് ചെയ്യല്ല, ഇത് ഫുൾ ആക്കാം. salient race will be held എന്ന് പറയുമ്പോ r implies r and s. ഇനി അടുത്ത സെന്റൻസ് കേട്ടോ, കോമ ഉണ്ടല്ലോ. അപ്പൊ അടുത്ത സെന്റൻസ് കുത്തില്ലെങ്കിൽ കോമ. അപ്പൊ ഇത് നമുക്ക് കിട്ടിയില്ലേ. ഇനി അടുത്ത് നോക്ക്, if salient race is held, അതേതാ പറയണത്? salient race will be held എന്ന് പറയണത് r implies trophy will be awarded എന്ന് പറയണത് t ആണ്. r implies t എന്ന് കിട്ടി. ഇനി and trophy will not awarded, അപ്പൊ അവിടുന്ന് negation t എന്ന് കൊടുത്തു. the conclusion it is rained, therefore p എന്ന് കിട്ടണം. ഇതിലേക്ക് എത്തുമ്പതിൽ ഏതായിട്ട് എളുപ്പം? ഇതല്ല ഏറ്റവും എളുപ്പം. അപ്പൊ ഞാൻ അതെടുത്ത് എഴുതി negation t. അപ്പൊ അവിടുന്ന് എനിക്ക് മനസ്സിലായി t false ആണെന്ന് കിട്ടി. ഇനി അടുത്ത് ടിയില് ഉള്ള സംഭവം, എളുപ്പമുള്ളൊരു സംഭവം r implies t ആ. അത് ഞാൻ എഴുതി, അതിനെ premises എന്ന് പറഞ്ഞു. ഇനി r implies t-ല് ഒന്നിങ്ങനെ ചിന്തിക്കണം. p implies q തന്നിട്ട് ഇനി p നെ കുറിച്ച് പറയണതാണ് എന്ത്? modest tolerance. അപ്പൊ ഒന്നാലോചിച്ച്, ഇവിടെ t false ആണല്ലോ. അപ്പൊ r false ആയല്ലേ പറ്റുള്ളൂ. അപ്പൊ negation r അവിടുന്ന് എന്ത് കിട്ടി? modest tolerance എന്ന് കിട്ടി.
ഇനി നമുക്ക് ഇത് മാത്രമാണ് ബാക്കിയുള്ളത്, നെഗേഷൻ പി ഓർ നെഗേഷൻ ക്യൂ ഇംപ്ലൈസ് ആർ ആൻഡ് എസ് എന്ന് അല്ലെ. അപ്പോ ഇവിടെ ഒരു കാര്യം, ഇതിനെ ഞാനൊന്ന് ചെറുതായിട്ടൊന്ന് മാറ്റി. നെഗേഷൻ പി ഓർ നെഗേഷൻ ക്യൂനെ കണ്ടു കഴിഞ്ഞാൽ അപ്പൊ എനിക്ക് ഡിമോർഗൻ ലോ കൊടുക്കാൻ തോന്നും. അപ്പൊ നെഗേഷൻ ഓഫ് പി ആൻഡ് ക്യൂ ഇംപ്ലൈസ് ആർ ആൻഡ് എസ്. അപ്പൊ ഇതിൽ നമുക്ക് ആറിനെ എസിനെ കുറിച്ച് നമുക്ക് പറയണം. ഇപ്പൊ നെഗേഷൻ ആർ എന്താണ് നമുക്കറിയാം. അതായത് നെഗേഷൻ ആറ് ഫോൾസ് ആണെന്ന് എനിക്കറിയാം, അല്ല നെഗേഷൻ ആറ് ട്രൂ ആണ്, ആറ് ഫോൾസ് ആണെന്നറിയാം. അപ്പോ നെഗേഷൻ ആറ് ഓർ നെഗേഷൻ എസ് എന്ന് എഴുതാണെങ്കിൽ അതും എന്തായിരിക്കും? നമുക്ക് എസിനെ കുറിച്ചിട്ട് അറിവുണ്ടോ ഇവിടെ? നെഗേഷൻ ആറ് ട്രൂ ആണല്ലോ, അപ്പൊ എസ് ട്രൂ ആയാലും ഫോൾസ് ആയാലും എന്തെന്നെയായിരിക്കും? ഇത് ട്രൂ ആയ സാധനമാണ്. അപ്പൊ ഇതിനെയാണ് ഞാൻ എന്ത് ചെയ്തേക്കുന്നത്? അഡീഷൻ. എസിനെ ഞാൻ എന്ത് ചെയ്തു? ആഡ് ചെയ്തു. എന്തിനാ ഞാൻ എസിനെ ആഡ് ചെയ്തേ? എനിക്ക് ആർ ആൻഡ് എസ് എന്ന് പറയുന്നത് ആള്, അതായത് ഇപ്പൊ എനിക്ക് കിട്ടാ നെഗേഷൻ ആറ് ഓർ നെഗേഷൻ എസ് എന്ന് കിട്ടും. അതിന് ഞാൻ എങ്ങനെ എഴുതും? നെഗേഷൻ ഓഫ് ആർ ആൻഡ് എസ് എന്ന് വന്നു. ഈ ആർ ആൻഡ് എസ് വരാൻ വേണ്ടിയിട്ടാണ് ഞാൻ എന്ത് ചെയ്തത്? എസിനെ പിടിച്ച് ആഡ് ചെയ്തത്. അല്ലെങ്കിൽ ഇപ്പൊ നമുക്ക് ഇതിൽ ഏതെങ്കിലും ഒന്നും പറയാൻ പറ്റുമോ? ഇവിടെ നമ്മൾ സ്റ്റക്കായി നിക്കല്ലേ. അപ്പോ നെഗേഷൻ ആറ് എന്താന്ന് അറിയാം, ട്രൂ ആണെന്നറിയാം. അപ്പൊ ഞാൻ അവിടെ ആരേനെയും കൂടി കൊണ്ടുവന്നു, എസിനെയും കൂടി കൊണ്ടുവന്നു. ഇത് ഒരു വട്ടം ചെയ്ത ആൾക്ക് അത് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ നമുക്കിത് എങ്ങനെ ചെയ്യാൻ പറ്റാ? കണ്ടോ, നെഗേഷൻ ആർ ഓർ നെഗേഷൻ എസ് അഡീഷൻ വന്നു. ഇനി എന്ത് ചെയ്യാൻ? ഞാൻ പറഞ്ഞ പോലെ ഡിമോർഗൻ ലോ അപ്ലൈ ചെയ്തു. ഇപ്പൊ എനിക്ക് എന്ത് കിട്ടി? ഇവിടുത്തെ ഈ സംഭവത്തില് ഇത് ഫോൾസ് ആണ് വന്നേക്കണത്. ഇത് ഫോൾസ് ആയി കഴിഞ്ഞാൽ ഇതെന്തായേ പറ്റുള്ളൂ? ഇത് ഫോൾസ് ആയേ പറ്റുള്ളൂ. അപ്പോ ഇത് പി പ്ലസ് ക്യൂ തന്നിട്ട് പിനെ കുറിച്ച് പറയുന്നതാണ് മോഡസ്റ്റ് ടോളറൻസ് എന്ന് നമുക്കറിയാം. അപ്പൊ നമുക്ക് ഇവിടെ ഇത് ഫോൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നെഗേഷൻ ഓഫ് പി ആൻഡ് ക്യൂ ഫോൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അർത്ഥം എന്താ? പി ആൻഡ് ക്യൂ എന്ന് പറയുന്ന ആള് ട്രൂ ആണ്. പിന്നെ സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ പി കിട്ടൂലോ, കണ്ടോ? അപ്പൊ ആർഗ്യുമെന്റ് വാലിഡ് ആണ്. ഇതൊക്കെ നന്നായി ചോദിച്ചിട്ടുള്ള പ്രോബ്ലംസും കൂടിയാണ് നിങ്ങളുടെ എല്ലാ 19 സ്കീമില്. അതാണല്ലോ നിങ്ങൾക്കും വരാൻ ചാൻസ് ഉള്ളത്. ഇഫ് ഡൊമിനിക് ഗോസ് ടു റേസ് ട്രാക്ക്, അപ്പൊ അതാ പീനെ കിട്ടി. Then Helen will be mad Q. If Ralph play card all night R, Carmela will be mad S. If either Helen or Carmela get mad, then Veronica will be notified. ഇവിടെ Carmela get mad എന്ന് പറയുന്ന ഒരു സാധനം കയറി വരുന്നുണ്ട്. അത് ഓൾറെഡി എഴുതിയിട്ടുണ്ടല്ലോ അല്ലെ. അതേപോലെ ഹെലൻ ഗെറ്റ് മാഡോ? അതില്ല. ഇഫ് either ഹെലൻ ഓർ കാർമില ഗെറ്റ് മാഡ്, ഹെലൻ മാഡ് ഉണ്ട്. അതെവിടെയാ? അതാണല്ലോ നമ്മുടെ ക്യൂ. അപ്പൊ ഓക്കെയാണ്. ദെൻ വെറോണിക്ക വിൽ ബി നോട്ടിഫൈഡ് എന്ന് വരുമ്പോ ടി വന്നു. ഇനി നമുക്ക് ഒരു സെന്റൻസ് പോലും എന്തായിട്ടില്ല, പുതിയതായിട്ടില്ല. ഇനി വെറോണിക്ക ഹാസ് not heard either from this client, that is Veronica is not notified. അപ്പൊ Veronica is notified. അത് നമുക്ക് ഓൾറെഡി ഉള്ളതാണ്. Consequently Dominic did not make it race track, അതവിടെ ഉണ്ട്. Ralph didn't play card all night, അതുണ്ട്. Establish the validity of the statement. നമുക്ക് ഇവിടുന്ന് സ്റ്റേറ്റ്മെന്റ്സിനെ ഉണ്ടാക്കണം. If Dominic goes to race track, then Helen will be mad. അവിടുന്ന് പി ഇംപ്ലൈസ് ക്യൂ. അടുത്തത് if Ralph plays the card all night, then Carmela will be mad. അതെവിടെ? റാൽഫ് പ്ലേ കാർഡ്. ആറ് ഇംപ്ലൈസ് Carmela will be mad S. if either Helen or Carmela get mad എന്ന് പറയണോടത്തുനിന്ന് ഹെലൻ മാഡും എവിടെ എടുത്തത്? if either Helen or Carmela get mad. അപ്പൊ അവിടുന്ന് എന്ത് വന്നു? ക്യൂ ഓർ എസ്. ദെൻ വെറോണിക്ക വിൽ ബി നോട്ടിഫൈഡ് എന്ന് പറയുമ്പോൾ ടി വന്നു. വെറോണിക്ക ഹാസ് നോട്ട് ഹെയ്ഡ് ഫ്രം ഐദർ ഓഫ് ക്ലൈന്റ്, ദാറ്റ് വെറോണിക്ക ഈസ് നോട്ട് നോട്ടിഫൈഡ്. അപ്പൊ നെഗേഷൻ ടി. അത് ഡാറ്റീസ് എന്ന് പറഞ്ഞിട്ട് നമ്മളിവിടെ എഴുതിയേക്കുന്നത്. അതായത് ഈ ഒരു സെന്റൻസിന് പകരമാണ് എന്ത്? വെറോണിക്ക ഈസ് നോട്ട് നോട്ടിഫൈഡ് എന്ന് പറഞ്ഞിട്ടുള്ളത്.
അല്ലാണ്ട് അത് വേറൊരു സാധനമല്ല. ഇനി എന്താ, ഡൊമിനിക് ഡിഡ് നോട്ട് മേക്ക് ടു കോൺസിക്വന്റില് നമുക്ക് എന്ത് കിട്ടണം? ഡൊമിനിക് ഡിഡ് നോട്ട് മേക്ക് ടു റേസ് ട്രാക്ക്. ഡിഡ് നോട്ട് കണ്ടോ, നെഗേഷൻ പി ആൻഡ് റാൽഫ് ഡിഡിന്റ് പ്ലേ കാർഡ്, നെഗേഷൻ ഓർ. അപ്പൊ ഇതിൽ ഏത് ഏറ്റവും എളുപ്പം? ഒറ്റ നോട്ടത്തിൽ കണ്ടറിഞ്ഞോണ്ട് ടി എന്താണ്, ടി ഫോൾസ് ആന്ന് കിട്ടി, ഇതെടുത്ത് എഴുതും. ഇനി അടുത്തത് ടി തുടങ്ങുന്നത് ഏതാണുള്ളത്? ഈ സംഭവം. അതിനും പ്രിമൈസസ് എഴുതിയിട്ട് അവിടെ മോഡസ് പി ഇംപ്ലൈസ് ക്യൂ തന്നിട്ട് പിനെ കുറിച്ച് പറയണത് മോഡസ് ടോളറൻസ് അപ്ലൈ ചെയ്യും. പിന്നെ അപ്പൊ അവിടുന്ന് ക്യൂനെസിനെ കുറിച്ച് പറയാൻ പറ്റും. അപ്പൊ ഇത് നമ്മൾ ഉപയോഗിക്കേണ്ടി വരും. അങ്ങനെ അങ്ങനെ ചെയ്ത് ചെയ്ത് നമ്മൾ എങ്ങോട്ട് എത്തും? നെഗേഷൻ പി ഓർ നെഗേഷൻ ക്യൂയിലേക്ക് എത്തും. നമ്മൾ പറഞ്ഞതൊക്കെ ഇവിടെ എഴുതിയിട്ടുണ്ട്. ഞാനിവിടെ എന്ത് ചെയ്തു? നെഗേഷൻ ടീന്ന് സ്റ്റാർട്ട് ആക്കി. അപ്പൊ ഇതെന്താ പ്രിമൈസസ് ആണ്, ദാറ്റ് മീൻസ് ടി ഫോൾസ് ആണ്. ഇനി ടിയില് തുടങ്ങുന്ന ഇതാണ്, അപ്പൊ അത് എഴുതി, അതും പ്രിമൈസസ് ആണ്. ഈ ടി ഫോൾസ് ആയ സ്ഥിതിക്ക് ക്യൂ ഓർ എസ് ഇംപ്ലൈസ് ടി അല്ലെ? ഈ ടി ഫോൾസ് ആയ സ്ഥിതിക്ക് ഇത് ഫോൾസ് ആയേ പറ്റുള്ളൂ. കാരണം 1-0 ഒരിക്കലും വരരുത്. ഇത് ട്രൂ, ഇത് ഫോൾസ് വരരുത്. അപ്പൊ ഇവിടെ എഴുതുമ്പോ നമ്മൾ ട്രൂ മാത്രമേ എഴുതണുള്ളൂ. അപ്പൊ അവിടുന്ന് എന്ത് കിട്ടി? നെഗേഷൻ ക്യൂ ഓർ എസ് എന്ന് കിട്ടി. അവിടെ നമ്മൾ ഡി മോർഗൻ ലോ അപ്ലൈ ചെയ്യുമ്പോൾ നെഗേഷൻ ക്യൂ ഓർ നെഗേഷൻ എസ് എന്ന് കിട്ടി. ഇനി അല്ല, നെഗേഷൻ ക്യൂ ആൻഡ് നെഗേഷൻ എസ് എന്ന് കിട്ടി. ഇവിടെ നമുക്ക് നെഗേഷൻ ക്യൂ എന്ന് എഴുതാം, നെഗേഷൻ എസ് കൊടുക്കാം. സിംപ്ലിഫിക്കേഷൻ ഓൺ 4 എന്ന് കിട്ടി. ഇത് വരെ എത്തിട്ടോ. അപ്പൊ ഇവിടെ നമുക്ക് എന്ത് കിട്ടിയിട്ടുണ്ട്? ക്യൂ ഫോൾസ് ആന്ന് കിട്ടിയിട്ടുണ്ട്, എസ് ഫോൾസ് ആന്ന് കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഇനി അടുത്തത് എഴുതാം. ആർ ഇംപ്ലൈസ് എസ്, പ്രിമൈസസ്. ആർ ഇംപ്ലൈസ് എസ്സില് ഈ എസ് ആർ ഐ ഫോൾസ് ആണ്. അപ്പൊ ആരായാ പറ്റുള്ളൂ? ഫോൾസ് ആയാലേ പറ്റുള്ളൂ. അപ്പൊ നെഗേഷൻ ആർന്ന് കിട്ടി. ഓക്കെ, ഇനി നമുക്കുള്ളത് പി ഇംപ്ലൈസ് ക്യൂ ആണ്. അതില് ക്യൂ ആരാണ്? ഫോൾസ് ആണെന്നറിയാം. അടുത്തത് പി അപ്പൊ എന്തായേ പറ്റുള്ളൂ? ഫോൾസ് ആയേ പറ്റുള്ളൂ. അപ്പൊ അത് പി ഇംപ്ലൈസ് ക്യൂ തന്നിട്ട് പിനെ കുറിച്ച് പറയുന്ന ലോ ആണ് മോഡസ് ടോളറൻസ്. അത് എവിടെ അപ്ലൈ ചെയ്ത്? ഒന്ന് 9 അപ്ലൈ ചെയ്തു, ഒന്ന് 5 അപ്ലൈ ചെയ്തു. ഇനി നമുക്ക് ഇതല്ലേ പ്രൂവ് ചെയ്യേണ്ടത്? നെഗേഷൻ പി ആൻഡ് നെഗേഷൻ ആറ്. നെഗേഷൻ പി ഓക്കെ ഇവിടെ 10 കിടക്കുന്നുണ്ട്. നെഗേഷൻ ആറ് എവിടെ കിടക്കുന്നത്? 8 കിടക്കുന്നുണ്ട്. അപ്പൊ 8 10 കൺജൻഷൻ. ഇതിന്റെ ഒറിജിനൽ പേര് കൺജൻഷൻ ആണല്ലോ. അപ്പൊ 8 10 കൺജൻഷൻ അപ്ലൈ ചെയ്തപ്പോ നമുക്ക് എന്ത് കിട്ടി? ആർഗ്യുമെന്റ് ഈസ് വാലിഡ് എന്ന് കിട്ടി. ഇനി അടുത്തത് ഇതാണ്, റീറ്റ ഈസ് ബേക്കിംഗ് എ കേക്ക്. അപ്പൊ ഇതെന്തായി? ഇത് പി ആയി. ഈ റീറ്റ ഈസ് ബേക്കിംഗ് എ കേക്ക്, ഷീ ഈസ് പ്രാക്ടീസിങ് ഹെർ ഫ്ലൂട്ട്. നോട്ടൊന്നും എഴുതരുത്, പ്രാക്ടീസിങ് ഹെർ ഫ്ലൂട്ട്. Rita is practicing her flute, then her father will not buy her a car. അപ്പൊ father buy her a car എന്ന് പറയുന്നത് ആറായി. Therefore Rita's father will not buy her car. Check the validity. നമുക്കിത് ഉണ്ടാക്കാം. Rita is baking a cake. ആദ്യത്തെ സെന്റൻസ് പി. If Rita is baking a cake, then she is not. If തന്നെയാണ്. So P implies she is not practicing her flute എന്ന് പറയുമ്പോൾ നെഗേഷൻ ക്യൂ എന്ന് വന്നു. If Rita is not ഇഫും തന്നെയാണ്. എനിക്ക് തോന്നുന്നുണ്ട് ഇഫും തന്നെ ആയിരിക്കും കൂടുതൽ ചോദ്യത്തിൽ വരാന്ന്. If Rita is not practicing her flute എന്ന് പറയുമ്പോൾ നെഗേഷൻ ക്യൂ implies then her father will not buy her a car എന്ന് പറയുമ്പോൾ നെഗേഷൻ ആർന്ന് കിട്ടും. Therefore Rita's father will not buy. Therefore negation R. കണ്ടോ? അപ്പൊ ഇവിടെ നമുക്ക് എന്ത് കിട്ടി? പി ട്രൂ ആണെന്നുണ്ട്. ഇനി പി ട്രൂ ആണ്. അപ്പൊ പി ട്രൂ ആണെങ്കിൽ സാധാ ചെയ്യണ പോലെ തന്നെ ഉള്ളു, വേറെ ഒന്നുമില്ല. പി ട്രൂ ആണ്. അടുത്ത പ്രിമൈസസ് എടുത്ത് എഴുതി, പി ഇംപ്ലൈസ് നെഗേഷൻ ക്യൂ എന്ന് എഴുതി. ഇനി പി ഇംപ്ലൈസ് നെഗേഷൻ ക്യൂ. പി ട്രൂ ആണല്ലോ, അപ്പൊ 1-0 വരരുത്. അപ്പൊ ഇവിടെ നെഗേഷൻ ക്യൂ എന്ത് വരണം? നെഗേഷൻ ക്യൂ എന്താ വരാൻ പാടുള്ളൂ? ട്രൂ വരണം. അപ്പൊ അവിടുന്ന് പി ഇംപ്ലൈസ് ക്യൂവിന് തന്നിട്ട് ക്യൂവിനെ കുറിച്ച് പറയുന്നത് മോഡസ് പൊണൻസ് ആണ്. എവിടെ മോഡസ് പൊണൻസ് അപ്ലൈ ചെയ്തു? 1-ലും 2-ലും മോഡസ് പൊണൻസ് അപ്ലൈ ചെയ്തു. അപ്പൊ നെഗേഷൻ ക്യൂ എന്ന് കിട്ടി. അവിടെ നമുക്ക് മനസ്സിലായി ക്യൂ ഫോൾസ് ആണെന്ന് മനസ്സിലായി. പിന്നെ അടുത്തത് നെഗേഷൻ ക്യൂ ആൻഡ് നെഗേഷൻ ആർ എന്നുണ്ട്. പി സാധാരണ ട്രൂ ആണല്ലോ.
നെഗേഷൻ ക്യൂ ട്രൂ ആണ് തന്നിട്ടുണ്ട്. അപ്പൊ ഇത് ട്രൂ ആയേ പറ്റുള്ളൂ. പി ഇംപ്ലൈസ് ക്യൂ തന്നിട്ട് ക്യൂവിനെ കുറിച്ച് പറയുന്നതാണ് മോഡസ് പൊണ്ടൻസ്. എവിടെ അപ്ലൈ ചെയ്തു? 3ലും 4ലും മോഡസ് പൊണ്ടൻസ് അപ്ലൈ ചെയ്തപ്പോ നെഗേഷൻ ആർന്ന് കിട്ടി. ഇത് എളുപ്പമുള്ളത് തന്നെയായിരുന്നു. അടുത്തതുണ്ടല്ലോ, അതൊന്ന് നന്നായി ഒന്ന് നോട്ട് ചെയ്തോളൂ, കാരണം നമ്മൾ ഇതുവരെ റെസൊല്യൂഷൻ ചെയ്തിട്ടില്ല. ജോനാഥൻ ഡസ് നോട്ട് ഹാവ് ഡ്രൈവർ ലൈസൻസ്.